ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സൂപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ബട്ടറൊക്കെ ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലതായിട്ട് വയറ് ഫില്ലാവുകയും ചെയ്യും. കൂടുതൽ സമയത്തേക്ക് വിശക്കില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ബ്രഞ്ചിനോ ഏതാച്ചാൽ നിങ്ങളുടെ ചോയ്സിന് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ മെയിനായിട്ട് മുരിങ്ങാക്കായാണ് എടുത്തിട്ടുള്ളത്. അത് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തതിന് ശേഷം ചൂടാറാനായിട്ട് വെക്കാം. അതിനുശേഷം ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കാനുണ്ട്. ഇപ്പോൾ ചൂടാറി വന്ന മുരിങ്ങാക്കായും ഇഞ്ചി വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തതും ചെറിയൊരു കഷ്ണം സവാളയും പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് കാബേജ് കൊത്തി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. മുരിങ്ങാക്കായ ഇതേപോലെ എടുത്തിട്ട് അതിനെ ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഇതിൻ്റെ ഫ്ലഷിനെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് നീക്കം ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ മുഴുവൻ കഷ്ണങ്ങളും ആക്കിയെടുക്കാം. ഇങ്ങനെ ആക്കിയെടുത്താൽ നമുക്ക് അരക്കാനും അരിച്ചെടുക്കാനൊക്കെ കുറച്ച് എളുപ്പമാവും. ഇനി അത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇത് വേവിക്കാനെടുത്ത വെള്ളം തന്നെ ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ അരച്ചെടുത്തതിനെ ഞാനൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ അരിച്ചെടുത്തപ്പോൾ ഇത്രയും പേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഒരു പാൻ ഒഴിച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയാക്കി അരിഞ്ഞെടുത്തത് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്യുന്നത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വന്നതിന് ശേഷം സവാളയും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. സവാള വഴന്ന് വരുമ്പം കാബേജും ക്യാരറ്റും ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു പകുതി വേവായാൽ മതി. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. മുരിങ്ങക്കായ വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തതാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചിട്ടുള്ള ഒരു ഉപ്പ് ചേർത്താൽ മതി. ഈ ഒരു വെജിറ്റബിൾസിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് മുരിങ്ങക്കായുടെ ജ്യൂസ് വേവിച്ച് വെച്ച ജ്യൂസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ പാകം കട്ടിക്കനുസരിച്ച് കുറുക്കിയെടുക്കാം. ഇനി നോക്കിയിട്ട് ഉപ്പോ കുരുമുളകോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഗരം മസാല ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജീരകം പൊടിച്ചതാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ഇതാ പാകത്തിന് തിക്കായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. നല്ല ചൂടോടുകൂടി ഇതിലേക്ക് ഒരു കഷ്ണം ബട്ടർ കൂടെ ചേർത്ത് കൊടുത്താൽ അലിഞ്ഞ് കിട്ടിക്കോളും. ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ അപ്പോൾ ചില സമയത്ത് സലാഡൊക്കെ കഴിച്ച് മടുത്ത ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ നൈറ്റിൽ ഇതേപോലെ കഴിക്കാട്ടോ. ഞാനിത് രാത്രിയാണ് കഴിച്ചത്. ഇതിൻ്റെ കൂടെ സൈഡായിട്ടൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊറ്റയ്ക്ക് കഴിച്ചപ്പോൾ തന്നെ വിശപ്പൊക്കെ മാറി വയറൊക്കെ ഫുൾഫില്ലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ ലാസ്റ്റ് ഷെയർ ചെയ്ത സൂപ്പിനകത്തേക്ക് പിന്നെ ഇറച്ചി വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റോക്ക് ചേർത്തിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ഈ ഒരു സൂപ്പ് അത്രയൊന്നും ഇഷ്ടമായിട്ടില്ല, പക്ഷെ എന്നാലും നമുക്ക് മടുപ്പില്ലാതെ കുടിക്കാം. അത്ര ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. സലാഡൊക്കെ മടുക്കുമ്പോൾ ഇതേപോലെ വെജിറ്റബിൾസ് വെച്ചിട്ട് സൂപ്പാക്കിയിട്ടും കഴിക്കാം കേട്ടോ. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവർക്കും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ.